ഇറാനിലെ ഹാർഡ്ലൈനേഴ്സ് എന്ന കഠിന തീവ്രവാദികൾ അമേരിക്കയുമായുള്ള ആണവ കരാറിനെ എതിർക്കുകയും ചെയ്തതിന്റെ ഫലമായി യുഎസുമായി ഒരു കരാറിലെത്താൻ ഇറാന് സാധിക്കാത്തതിനാലാണ് ഇസ്രായേലിന്റെ പക്കൽ നിന്നും ഇത്തരമൊരു നടപടി നേരിടേണ്ടി വന്നതെന്നും അത്തരത്തിൽ ഇറാനിൽ പ്രവർത്തിച്ച കഠിന തീവ്ര മനസ്സുള്ളവർ കൊല്ലപ്പെട്ടതായും കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ കരാറിലേക്ക് വരണമെന്നും ഇല്ലെങ്കിൽ ഇറാൻ മുഴുവനായും നശിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് ആവർത്തിക്കുന്നു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ നൽകുമെന്നും സഹായിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇറാനെ ആണവ ആയുധം നിർമ്മിക്കാൻ ഇനി അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേൽ സ്വയം ആണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്ക പങ്കെടുത്തിട്ടില്ലെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവർത്തിച്ചു. അതേസമയം ഇറാൻ ആണവ ആയുധം പൂർണ്ണമായി നിർമ്മിച്ചാൽ ഇസ്രായേലിനും ലോകത്തിനും ഒരുപോലെ ആപത്താണെന്നും അതിനാലാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സേനാ വക്താവ് വ്യക്തമാക്കി. അതേസമയം പ്രസിഡന്റ് ട്രംപ് ഇന്ന് US സുരക്ഷാ യോഗത്തിൽ പങ്കെടുക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.